കാസർഗോഡ് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേളി സ്വദേശി മുബഷീറാണ് മരിച്ചത്. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മുബഷീറിനെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. കുന്നുപാറ സ്വദേശി മുബഷീറാണ് മരിച്ചത്. 3 ആഴ്ച മുൻപ് പോക്സോ കേസിൽ അറസ്റ്റിലായാണ് കാസർഗോഡ് സബ് ജയിലിൽ എത്തിച്ചത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്ന് പുലർച്ചെ 5:30 മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വിദേശത്തായിരുന്ന മുബഷീർ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. എന്നെ ഇവിടുന്ന് മാറ്റണോ, പെട്ടെന്ന് ഇറക്കണോ ഫസ്റ്റ് പറഞ്ഞു. ജാമ്യം തള്ളി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ്. പല മരുന്നും കൊടുത്തിട്ട് ഇപ്പോൾ എന്നെ ഭ്രാന്തനാക്കിയതാ. ഒരു മർദ്ദിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ മൊത്തത്തിൽ മർദ്ദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സബ് ജയിലിലെത്തി കുടുംബം മുബഷീറിനെ കണ്ടിരുന്നു. ജയിലിനകത്ത് മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്ന് മുബഷീർ പറഞ്ഞുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഞങ്ങൾക്ക് സംശയമുണ്ട്, ബലമായ സംശയമുണ്ട്. ഇന്നലെ അവൻ്റെ അനിയൻ വന്നിട്ട് ചോദിച്ചു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മാനോടും അനിയനോട് പറഞ്ഞ് പിന്നെ എന്നെ കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇവിടെ എന്നെ പെട്ടെന്ന് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ദുരൂഹത നീക്കണമെന്ന് NA നെല്ലിക്കുന്ന് MLA. അപ്പോൾ നമുക്കിവിടെ ഫോറൻസിക് സർജൻ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോരാ. ഇപ്പോൾ ഇന്ന് വീഡിയോഗ്രാഫിയൊക്കെ നടത്തി പെരിയാർത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വിദഗ്ധ സംഘം 4-5 ഡോക്ടർമാരുടെ സംഘം, ഒരു ടീം പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് കാത്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. മുബഷീറിന്റെ മരണത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നാറാണിയിൽ 8ാം ക്ലാസ്സുകാരനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനായ അനന്തു എന്ന 13-കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിരന്തരം മൊബൈൽ കാണുന്നതിനും പഠിക്കാത്തതിനും വീട്ടുകാർ ശകാരിച്ചതാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക വിവരം. വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്.